ഹലോ, ഇന്ത്യാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം വാഴ 2 ഫിലിം കാണാൻ പോയിരുന്നു. ഞാൻ വാഴ 1 കണ്ടിട്ടില്ല. പക്ഷേ എല്ലാവരും ഇത് ചിരിക്കുകയും കരയുകയൊക്കെ ചെയ്യുന്ന കണ്ടപ്പം ഒരുപാട് പേർക്ക് ഇതൊരു ഭയങ്കര ഇൻസ്പിറേഷനായി എന്ന് കേട്ടതുകൊണ്ട് ഞാനും ഒന്ന് കാണാൻ പോകാൻ തീരുമാനിച്ചു. ഞാനിവിടെ കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ഒരുപാട് നല്ല ഗുണപാഠങ്ങൾ നമുക്ക് പേരൻസിനായാലും സിബ്ലിങ്സിനായാലും നമ്മുടെ ഫ്രണ്ട്സിനായാലും എല്ലാ കാറ്റഗറിയും ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളോടുള്ള ആറ്റിറ്റ്യൂഡായാലും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനോടാണെങ്കിലും അധ്യാപകരോടായിട്ടും ഒരുപാട് ഗുണപാഠം തരുന്ന നല്ലൊരു ഫിലിമായിരുന്നു. ഒന്നാമത് എനിക്കതിനകത്ത് ഇഷ്ടപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ അയൽപക്കക്കാർ തമ്മിലുള്ളൊരു സ്നേഹമാണ്. കാരണം മതമോ ജാതിയോ ഒന്നും ഉള്ളൊരു ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നില്ല. അയൽപക്കക്കാർ ഭയങ്കര സ്നേഹമാണ്. പഴയൊരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെയായിരുന്നു. കാരണം അന്ന് മൊബൈലോ ടി വിയോ ഒന്നും അധികമില്ലാത്ത കാലഘട്ടം ഞങ്ങളുടെയൊക്കെ ചെറുപ്രായത്തിൽ. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ നമുക്കിപ്പോൾ ഇൻട്രാക്ഷൻസ് നമ്മുടെ നെയ്ബേഴ്സിനോടായിരിക്കും. അപ്പോൾ അങ്ങനൊരു സാഹചര്യം നമുക്ക് ഈ സിനിമയിലൂടെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ രണ്ട് വീട്ടിൽ രണ്ട് ജനനം നടക്കുന്നുണ്ട്. അവിടെ മൂത്ത കുട്ടികളോട് ഉള്ള ആറ്റിറ്റ്യൂഡ് രണ്ടാമത്തെ കുട്ടികൾ വന്നു കഴിയുമ്പോൾ മൂത്ത കുട്ടികളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് പല വ്യത്യാസമാണ്. ഒരു വീട്ടിൽ മൂത്ത കുട്ടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. എന്നാൽ മറ്റേ വീട്ടിൽ അത്രയും പ്രശ്നമില്ല. കാരണം ഫാദർ ഇല്ലാത്തൊരു വീട്ടിൽ ജനിച്ചതാകുമ്പോൾ സ്വാഭാവികമായിട്ടും മൂത്ത കുട്ടികളായിരിക്കും റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടത്. പലപ്പോഴും ഇളയ കുട്ടികൾ അത് മറന്നു പോകാറുണ്ട് മൂത്തവർ ചെയ്യുന്നത്. നമുക്ക് ശരിക്കും ഇതൊക്കെ കാണുമ്പം നമ്മുടെ ലൈഫിലും നമ്മുടെ സിബ്ലിങ്സ് നമ്മളെ സഹായിച്ചൊക്കെ നമ്മൾ മറന്നു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു പോലീസുകാരനെ കാണിക്കുന്നില്ലേ, ആ നിയമം നടപ്പാക്കുന്ന വ്യക്തി യഥാർത്ഥ റീസൺ കണ്ടുപിടിച്ച് എവിടെയാണ് റിയൽ ട്രീറ്റ്മെൻറ്റ് വേണ്ടത്, അതായത് എവിടെയാണ് എല്ലാം നേരെയാക്കേണ്ടത് അത് കണ്ടുപിടിച്ച് ഓരോരുത്തരോടും നല്ല രീതിയിൽ സംസാരിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് നമ്മൾ സിനിമയിൽ പറയത്തില്ലേ, 1000 അപരാധികൾ ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന് എന്ന് പറഞ്ഞ പോലെ ആ പോലീസുകാരൻ ക്ഷമിക്കേണ്ടടുത്ത് ക്ഷമിക്കാനും വേണ്ടിയ മാറ്റങ്ങൾ വരുത്താനും ഒക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ഫ്രണ്ട്ഷിപ്പാണ്. ഫ്രണ്ട്ഷിപ്പ് അതിനെ ഒരുപാട് ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ആ ഫ്രണ്ട്സിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവസാനം 4 പേര് എക്സാം എഴുതി 3 പേര് ജയിക്കുന്നു, ഒരാൾ പാസ്സാകുന്നില്ല. അപ്പം അവിടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ അവരവരുടെ ഫ്യൂച്ചർ നഷ്ടപ്പെടുത്തുന്നില്ല. അങ്ങനെ ഒരാൾക്ക് വേണ്ടിയിട്ട് ഫ്യൂച്ചർ നഷ്ടപ്പെടുത്താതെ അവരവരുടെ കാര്യങ്ങൾ നോക്കി പോകുന്നു. പക്ഷേ അന്നേരം മറ്റുള്ളവർ പറയും അവരാരെങ്കിലും നിന്നെ കൊണ്ടുവന്ന് ചോദിക്കും. പക്ഷേ അവർ ചെയ്ത റൈറ്റ്. കാരണം ആർക്കും ഒന്നും ഇല്ലാതാകുന്നതിനേക്കാൾ നല്ലത് ആ രക്ഷപ്പെട്ടവർ രക്ഷപ്പെടുക. അതിനുശേഷം മറ്റേ ആൾക്കൊരു വാശി കയറും, അവർക്കും പഠിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും. അങ്ങനെ പിന്നീട് പിന്നെ നമ്മളതിനകത്ത് കാണാം UK പോകാൻ ക്യാഷ് ഇല്ലാതെ വരുമ്പോഴത്തേന് വല്യമ്മയെ വീട്ടിൽ കൊണ്ട് നിർത്തുന്നത്. കാരണം അതുവരെ നമ്മൾ ചിലപ്പോൾ മാതാപിതാക്കളെ നോക്കത്തില്ല, അല്ലെങ്കിൽ അവരുടെ ഒരാവശ്യമില്ലായിരിക്കും. പക്ഷേ നമുക്ക് ആ പൈസ കിട്ടേണ്ട ആ ഒരു സാഹചര്യം വന്നപ്പം ആ അമ്മയുടെ കയ്യിൽ നിന്ന് ആ സമ്പത്ത് എടുക്കേണ്ടതിന് ആ കൊച്ചുമകൻ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ട് നോക്കുന്നുണ്ട്. അപ്പം അതെല്ലാം എടുത്തു കഴിയുമ്പോഴത്തേന് ശരിക്കും അവരുടെ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം മാതാപിതാക്കളെ സ്നേഹിക്കുന്ന പോലെ നമുക്കതിനകത്ത് കാണാൻ പറ്റും. അതുവരെ അവർ ദേഷ്യത്തിൽ പരിഭവത്തിലൊക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് കാണാൻ ബിജുക്കുട്ടൻ ചേട്ടനോട് എന്ന് സമ്പത്ത് ചോദിക്കുമ്പോൾ കൊടുക്കത്തില്ല. പക്ഷെ മരണപ്പെട്ട് കഴിയുമ്പോഴത്തേനും ചെയ്ത കാര്യങ്ങൾ ഓർക്കുന്നത്. നമ്മൾ ഒരാളുടെ മരണത്തിന് ശേഷമല്ല ചെയ്ത കാര്യങ്ങൾ ഓർക്കേണ്ടത്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചെയ്യാൻ പറ്റുന്ന നന്മ മറ്റുള്ളവർക്ക് ചെയ്യണം. ഇതൊരു നല്ല ഗുണപാഠം തന്നെയാണ്.